നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തോടു കൂടി തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സായുധ സംഘടനയായ ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ച് ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രാത്രി ബെയ്റൂട്ടിൽ മിസൈൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എക്സിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത്. ഒരു മുതിർന്ന ഹിസ്ബുള്ള കമാൻഡറെ ലക്ഷ്യം വെച്ചാണ് മിസൈൽ ആക്രമണം നടന്നതെന്ന് ലെബനൻ സുരക്ഷാ വൃത്തങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ ഏറ്റവും മുതിർന്ന സൈനിക കമാൻഡർ ഫുഅദ് ഷുക്കൂറിനെ ഇല്ലാതാക്കിയെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. അതേസമയം ഹിസ്ബുള്ളയും ലെബനീസ് അധികൃതരും ഇതുവരെ കമാൻഡറുടെ മരണം സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാൻ പിന്തുണയുള്ള ലെബനീസ് സായുധ സംഘമായ ഹിസ്ബുള്ളയുടെ തെക്കൻ ബെയ്റൂട്ടിലെ ശക്തി കേന്ദ്രമായ ഷുറ കൗൺസിലിന് ചുറ്റുമുള്ള പ്രദേശത്തെ ലക്ഷ്യം വെച്ചാണ് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയത്. ശനിയാഴ്ച ഇസ്രായേൽ അധിനിവേശ ഗോലാൻ കുന്നുകളിലും റോക്കറ്റ് ആക്രമണത്തിൽ ഡ്രൂസ് ഗ്രാമത്തിൽ 12 ഇസ്രായേലി യുവാക്കൾ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പ്രതികാരമായാണ് ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തിയത്. അതേസമയം ഗോലാൻ കുന്നുകളിലുണ്ടായ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് ഹിസ്ബുള്ള അറിയിച്ചിരിക്കുന്നത്. തെക്കൻ ലെബനാനിലെ ഹിസ്ബുള്ള നിരീക്ഷണ പോസ്റ്റിന് നേരെയും ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തിയിട്ടുണ്ട്. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ മേഖലയിൽ ഉടലെടുത്ത പോരാട്ടത്തിൽ US പ്രതിരോധ സെക്രട്ടറി ലോയ്സ് ഓസ്റ്റിനും ആശങ്കയുണ്ട്. അത് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം മറ്റൊരു ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു കൊലപാതക വാർത്തയായിരുന്നു ഇന്ന് കേട്ടത്. ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ട വാർത്തയായിരുന്നു അറബ് രാജ്യങ്ങളും അതുപോലെ തന്നെ മറ്റു ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുന്നത്. ഇറാനിൽ വെച്ചാണ് കൊല്ലപ്പെട്ടതെന്നായിരുന്നു പുറത്തു വന്നിട്ടുള്ള വിവരം. മരണം സ്ഥിരീകരിച്ചുകൊണ്ട് ഹമാസ് ടെലിഗ്രാം അക്കൗണ്ടിലൂടെ പ്രസ്താവനയും പുറത്തുവിട്ടിട്ടുണ്ട്. അതീവ സുരക്ഷയിൽ സഞ്ചരിച്ചിരുന്ന വ്യക്തിയാണ് ഹനിയ. മുതിർന്ന ഹമാസ് നേതാവ് ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതായി ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും അറിയിച്ചിരുന്നു. ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേലാണെന്ന് ആരോപിച്ച് ഹമാസും രംഗത്തെത്തി. സംഭവത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഹനിയയുടെ കൊലപാതകം തീർത്തും ആസൂത്രിതമായിരുന്നു. ഇസ്രായേലിന്റെ പ്രഖ്യാപിത ശത്രുവാണ് ഹനിയ. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെസഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ ടെഹ്റാനിലെത്തിയതായിരുന്നു ഇസ്മായിൽ ഹനിയ. ഇത് മനസ്സിലാക്കിയാണ് ഹനിയയ്ക്കെതിരെ പദ്ധതി തയ്യാറാക്കിയത്. അത് എതിരാളികൾ സാധ്യമാക്കുകയും ചെയ്തു. പശ്ചിമേഷ്യയിലെ സംഘർഷം പുതിയ തലത്തിലെത്തിക്കാൻ ഇത് കാരണമാകും. 2006 പലസ്തീനിൽ ഹമാസ് അധികാരത്തിലെത്തിയപ്പോൾ ഹനിയയാണ് പ്രധാനമന്ത്രിയായത്. 2023 മുതൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയുടെ ചെയർമാനായിരുന്നു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ടെഹ്റാനിലെത്തിയത്. ചടങ്ങിന് മുൻപ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഹനിയ താമസിച്ച കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇറാൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡും കോപ്സും പ്രസ്താവനയിൽ ഇത് അറിയിച്ചിട്ടുണ്ട്. ഹനിയയുടെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടു. ചതി നിറഞ്ഞ സൈനിസ്റ്റ് ആക്രമണത്തിലാണ് ഹനിയെ കൊല്ലപ്പെട്ടതെന്നാണ് ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞത്. എന്നാൽ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. നേരത്തെ ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിലും ഹനിയയുടെ മക്കളും കൊച്ചുമക്കളും കൊല്ലപ്പെട്ടിരുന്നു.